ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ കോൺഫ്ലവറോ ചൈനാഗ്രാസോ ജലാറ്റിനോ എഗ്ഗോ ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ എപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടെടുത്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇപ്പോൾ നമുക്കൊരു മധുരം കഴിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ സോസ് പാന് ഓണാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 60 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ലോയിൽ ആക്കി വെക്കട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഫ്ലെയിം തീരെ കൂട്ടി വെക്കരുത് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ മൈദപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോയിലാക്കിയിട്ട് വെക്കുക. ഒരു കംപ്ലീറ്റ് ഒന്ന് മൈദപ്പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ആദ്യൊരു ബാച്ച് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കൂലേ, അതേപോലെ തന്നെയാണിത്. അപ്പോൾ കംപ്ലീറ്റ് ഫ്ലോറും ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ മൈദ ഒന്ന് നല്ലോണം ഒന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറി നല്ലൊന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബട്ടറിൽ വഴറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ബബിൾസൊക്കെ വന്ന് നല്ലോണം അത് വെന്ത് ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൈദപ്പൊടി ബട്ടറിൽ കിടന്നിട്ട് നല്ലോണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 500 ml ഒരു പാക്കറ്റും പിന്നെ ഒരു 1/2 കപ്പും. പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്തും ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കട്ടോ. അപ്പോൾ മൈദപ്പൊടി കുക്കാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ, അത് മറന്നു പോകരുത്. അപ്പോൾ പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ പാലിൽ എല്ലാ മൈദപ്പൊടിയൊക്കെ കട്ടാക്കി എടുക്കണമൊക്കെ നല്ലോണം ഉടച്ചിട്ടെടുക്കണം. ഒരു സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ പാല് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് പൊക്കിയിട്ടെടുക്കണം. അപ്പോൾ നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് അതിൽ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തുക്കണ്. ഇനി ഈ സമയത്ത് നമുക്ക് മാറ്റിയിട്ട് സ്പാച്ചില കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ട ഒട്ടും തരികളൊന്നുമില്ല, നല്ലോണം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പിൻ്റെ ഫുള്ളും ചേർത്തിട്ടില്ല കേട്ടോ, 1/2 കപ്പ് ഫുള്ളും ചേർത്തിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് കുറവാണ്, ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് മധുരം ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടി മധുരത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പും കൂടി ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഷുഗർ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ കൈയെടുക്കാതെ വേണം കുറുക്കിയിട്ടെടുക്കാനായിട്ട്, കാരണം വേവിക്കുന്ന സമയത്ത് വേഗം ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കുറുക്കിയിട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സോസ് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇനി കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടാണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ കുറുകി ഇതൊന്ന് ഒരു ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ കൂട്ട് നല്ലോണം തിളച്ച് കുറുകി പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നിങ്ങൾ കുറച്ചും കൂടി ഒരു മിനിറ്റ് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ട്രേ കഴുകിയതിന് ശേഷം ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തുടക്കാത്ത എന്തിനോടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഡിങ് എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് പാനിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കഴുകിയതിന് ശേഷം തുടച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള പുഡിങ് എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറത്ത് തന്നെ വെക്കട്ടോ അത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം തണുക്കട്ടെ, തണുത്തൊന്ന് സെറ്റ് ആവട്ടെ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിക്കാനുള്ള ഒരു കാരമൽ സോസ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 3/4 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി വെക്കുക. അപ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിങ്ങനെ കാരമൽ സോസ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ സോസ് പാന് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഒന്ന് സ്പൂണിട്ട് ഇളക്കൊന്നും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഷുഗർ ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഷുഗറൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കരുത് കേട്ടോ. സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വേഗം ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കംപ്ലീറ്റ് ഷുഗർ നല്ലോണം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ലോയിലാക്കി വെക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ഷുഗർ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നോർമൽ വാട്ടറാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ടെടുക്കുമ്പോൾ ആ ചൂട് കിടന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒരുക്കി കിട്ടിക്കോളും. അപ്പോൾ കംപ്ലീറ്റ് കട്ടകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇല്ലേ, കോൺഫ്ലവർ ഒഴിക്കണ മുന്നേ നല്ലോണം മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സാക്കിയിട്ട് ഒരു സോസിൻ്റെ പരുവത്തിൽ ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മിക്സാക്കുന്ന സമയത്ത് നമുക്ക് ഉരുക്കി കിട്ടിക്കോളും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ട് ഒരു സോസിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുറുക്കിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ കാരമൽ സോസ് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സോസ് കറക്റ്റ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ സെറ്റായിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അധികം തിക്കാക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സോസില്ലേ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള പുഡിങ്ങാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഈ പുഡിങ് പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഈ പുഡിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള കാരമൽ സോസാണ്. അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായമൊക്കെ അറിയിക്കണം. വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.